ഹലോ ഓൾ, നമ്മളിന്ന് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൽ വരുന്ന ക്ലാസ്സസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്തു. നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൻ്റെ 3 ക്ലാസ്സസ് ആണ്: ടെർബലേറിയ, ട്രെമറ്റോഡ, സിസ്റ്റോഡ. അതിൽ ടെർബലേറിയയുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് പ്ലനേറിയ ആണ്, ട്രെമറ്റോഡ ഫാഷിയോലം, സിസ്റ്റോഡ ടീനിയ സോളിയം. അപ്പം നമുക്ക് ഓരോ ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്ലാസ് ആണ് ക്ലാസ് ടെർബലേറിയ. Terbellaria is a group of relatively large-sized and mostly free-living flatworms. Okay, so Terbellaria എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഫ്ലാറ്റ് വേംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. അൺസെഗ്മെൻറ്റഡ് ബോഡി വിത്ത് സീലിയേറ്റഡ് എപ്പിഡെർമിസ്. സോ അവരുടെ ബോഡി എന്ന് പറയുന്നത് അൺസെഗ്മെൻറ്റഡ് ആയിരിക്കും വിത്ത് സീലിയേറ്റഡ് എപ്പിഡെർമിസ്. അവർക്കൊരു സീലിയേറ്റഡ് എപ്പിഡെർമിസ് ഉണ്ടായിരിക്കും. സിംഗിൾ ലെയർഡ് ആൻഡ് സീലിയേറ്റഡ് എപ്പിഡെർമിസ് ആൻഡ് റോഡ് ഷേപ്ഡ് സബ് എപ്പിഡെർമൽ ബോഡീസ് കോൾഡ് റാബ്ഡൈറ്റിസ് ഓർ റാബ്ഡോയിഡ്സ്. സോ അവരുടെ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് സിംഗിൾ ലെയർഡ് ആണ്, സീലിയേറ്റഡ് ആണ്. അതുമാത്രമല്ല അവരുടെ സബ് എപ്പിഡെർമൽ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ഷേപ്ഡ് ആണ്. ഇത്തരത്തിൽ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള സബ് എപ്പിഡെർമൽ ബോഡീസിനെയാണ് റാബ്ഡൈറ്റിസ് ഓർ റാബ്ഡോയിഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് അധസീവ് സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡ്സ് ഗ്ലാൻഡുലാർ ആൻഡ് ഗ്ലാൻഡുലോ മസ്കുലാർ സെൽസ്. ഓക്കെ, സോ അധസീവ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാൻഡുലാറും അതുപോലെ ഗ്ലാൻഡുലോ മസ്കുലാറും ആയിട്ടുള്ള സെൽസ് ആണ്. ഗ്ലാൻഡുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഗ്ലാൻഡുലാർ സെൽസ്. ഗ്ലാൻഡുലോ മസ്കുലാർ എന്ന് പറഞ്ഞാലോ അതായത് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കൺട്രാക്റ്റിങ്ങുമായിട്ടുള്ള സെൽസിനെയാണ് ഗ്ലാൻഡുലോ മസ്കുലാർ എന്ന് പറയുന്നത്. സോ അവരുടെ അധസീവ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാൻഡുലാർ, അതായത് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൺട്രാക്ട് ചെയ്യുന്നതുമായിട്ടുള്ള സെൽസ് ആണ്. കോംപ്ലെക്സ് മസ്കുലേച്ചർ വിത്ത് സർക്കുലർ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ്. മസ്കുലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മസിൽസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. സോ അവരുടെ മസിൽസ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലെക്സ് ആണ്. അതായത് ഒന്നല്ലെങ്കിൽ സർക്കുലർ ആയിട്ടുള്ള മസിൽസ് ആയിരിക്കും, അതായത് സർക്കുലർ മസിൽസും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ഇവരിൽ കാണുന്നുണ്ട്. അടുത്തത് എലിമെൻ്ററി കനാൽ ഈസ് ട്രൈ റേഡിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 റേഡിയേറ്റിംഗ് ആംസ് ഉണ്ടായിരിക്കും. ആൻഡ് ബ്ലൈൻഡ്ലി എൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കില്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്നു. അത്തരത്തിലുള്ളതാണ് ബ്ലൈൻഡ്ലി എൻഡിങ് എന്ന് പറയുന്നത്. വിത്ത് ലാറ്ററൽ ബ്രാഞ്ചസ്, അതുപോലെ തന്നെ ലാറ്ററൽ ബ്രാഞ്ചസും ഉണ്ടായിരിക്കും. എക്സ്ക്രീറ്ററി ഓർഗൻസ് ആർ പ്രോട്ടോനെഫ്രീഡിയ വിത്ത് ഫ്ലെയിം സെൽസ്. എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് പ്രോട്ടോനെഫ്രീഡിയ ആണ്. പ്രോട്ടോനെഫ്രീഡിയയ്ക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. സെൻസ് ഓർഗൻസ് ഇൻക്ലൂഡ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്, ടാങ്കോ റിസെപ്റ്റേഴ്സ് ആൻഡ് കീമോ റിസെപ്റ്റേഴ്സ്. മോസ്റ്റ് ഇൻഡിവിജ്വൽസ് ആർ ഹെർമാഫ്രോഡൈറ്റ്സ്. എന്താണ് ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്സ് സെൽസും ഒരേ സെയിം ഇൻഡിവിജ്വലിൽ കാണുന്നു എന്നുള്ളതാണ്. അടുത്തത് റിപ്രൊഡക്ഷൻ ഈസ് എസെക്ഷൽ ആൻഡ് സെക്ഷൽ. ഓക്കെ, റിപ്രൊഡക്ഷൻ അസെക്ഷലും ഉണ്ടായിരിക്കും സെക്ഷലും ഉണ്ടായിരിക്കും. എസെക്ഷൽ റിപ്രൊഡക്ഷൻ ഈസ് ബൈ ഫിഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ ഓർ ബഡ്ഡിങ്. അതുപോലെ റീജനറേഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്. ഈ ഒരു ക്ലാസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ദി പവർ ഓഫ് റീജനറേഷൻ എന്നുള്ളത്. അടുത്തത് ഡെവലപ്മെൻറ്റ് ഈസ് മോസ്റ്റ്ലി ഡയറക്റ്റ് വിതൗട്ട് ലാർവൽ സ്റ്റേജ്. മിക്കവാറും കേസിലും ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിരിക്കും, അതായത് ലാർവൽ സ്റ്റേജ് ഇല്ലാതെ. പക്ഷേ ചില കേസുകളിൽ എന്തുണ്ട്, ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് വിത്ത് മുള്ളേഴ്സ് ലാർവേ ആൻഡ് ഗോയിറ്റസ് ലാർവേ. ഓക്കെ, അപ്പം മോസ്റ്റ് ഓഫ് ദി കേസസിലും ഡയറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്, ലാർവൽ സ്റ്റേജ് ഇല്ലാതെ. ചില കേസിൽ നമുക്ക് എന്താ പറയുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കാണാൻ പറ്റും. അത്തരത്തിൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് കാണിക്കുന്നവരിലുള്ള ലാർവയാണ് മുള്ളേഴ്സ് ലാർവയും അതുപോലെ തന്നെ ഗോയിറ്റസ് ലാർവയും. ഇനി ഈ ക്ലാസ് ടെർബലേറിയയ്ക്ക് കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ് പ്ലനേറിയ, ബൈപാലിയം, നിയോപ്ലാന, എക്ടോപ്ലാന. ഇതിൽ പ്ലനേറിയയാണ് നമുക്ക് സിലബസിൽ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്ലാസ് ടെർബലേറിയയെ പറ്റി പറയാനുള്ളത്. അടുത്തതാണ് ക്ലാസ് ട്രെമറ്റോഡ. Ectoparasite or endoparasitic flatworms commonly called as fluke. സോ ഈ ക്ലാസ് ട്രെമറ്റോഡയാണ് നമ്മൾ കോമൺ ആയിട്ട് ഫ്ലൂക്സ് എന്നാണ് പറയുന്നത്. അഡൾട്ട് ബോഡി ഈസ് ഫ്ലാറ്റ്, ലീഫ് ലൈക്ക് ആൻഡ് അൺസെഗ്മെൻറ്റഡ് വിത്തൗട്ട് സീലിയറി കവറിങ്. അഡൾട്ട് ബോഡി എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്, ലീഫ് ലൈക്ക് ആണ്, അതുപോലെ അൺസെഗ്മെൻറ്റഡ് ആണ്, വിത്തൗട്ട് സീലിയറി കവറിങ്. നമ്മൾ ടെർബലേറിയയിൽ പറഞ്ഞപ്പം അവർക്ക് സീലിയറി കവറിങ് ഉണ്ടായിരുന്നു, പക്ഷേ ട്രെമറ്റോഡയുടെ കേസ് എടുത്തപ്പം എന്താണ്, ഇവർക്ക് സീലിയറി കവറിങ് കാണുന്നില്ല. അടുത്തത് ബോഡി ഈസ് കവർഡ് ബൈ എ നോൺ സെല്ലുലാർ ടെഗ്മെൻറ്റ്. ബോഡി കവർ ചെയ്തുകൊണ്ട് ഒരു നോൺ സെല്ലുലാർ ആയിട്ടുള്ള ടെഗ്മെൻറ്റ് കാണാൻ പറ്റും. അധസീവ് ഓർഗൻസ് ഇൻക്ലൂഡ്സ് ഓറൽ ആൻഡ് വെൻട്രൽ സർക്കസ്. ഓറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റീരിയറിലുള്ള സക്കർ, അതുപോലെ വെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ പോർഷനിലുള്ള സക്കർ. സോ അധസീവ് ഓർഗൻസ് ഇൻക്ലൂഡ് ഓറൽ ആൻഡ് വെൻട്രൽ സർക്കസ്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഇതിലുള്ള ഒരു എക്സാമ്പിളാണ് ഫാഷിയോല.
ഓക്കെ, അപ്പോൾ നമ്മൾ ഫാഷിയോളയുടെ ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ ഡയഗ്രാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഓറൽ സക്കറും, അതായത് ആൻറ്റീരിയർ പോർഷനിൽ, ഓക്കെ, ആൻറ്റീരിയർ പോർഷനിൽ അവർക്കൊരു സക്കർ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു മിഡിൽ പോർഷനായിട്ട് വെൻട്രൽ അല്ലെങ്കിൽ മിഡിൽ പോർഷനിലായിട്ട് ഒരു സക്കർ കാണാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് എപ്പിഡാമസ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആസ് എ ഡിസ്ക്രീറ്റ് സെല്ലുലാർ ലെയർ ഇൻ അഡൾട്ട്. അതായത് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എപ്പിഡാമസ് ഒന്നും നമുക്ക് ട്രമറ്റോഡയിൽ കാണാൻ പറ്റില്ല. അടുത്തത് ഇൻറ്റസ്റ്റൈൻ ഈസ് ബൈഫർക്കേറ്റ്. ഓക്കെ, ബൈഫർക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെൻറ്റഡ് ആണ്. ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെൻറ്റഡ് ആണ്, അതുപോലെ ബ്രാഞ്ചഡ് ആണ് ആൻഡ് ബ്ലൈൻഡ്ലി എൻഡിങ് ഇൻ മോസ്റ്റ് കേസസ്. എന്താണ് ബ്ലൈൻഡ്ലി എൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് കണ്ടിന്യൂഷൻ ഇല്ലാതെ അങ്ങോട്ട് സ്റ്റോപ്പ് ആവാന്നുള്ളതിനെ നമ്മൾ ബ്ലൈൻഡ്ലി എൻഡിങ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്ക്രീറ്ററി ഓർഗൻസ് ആർ പ്രോട്ടോനെഫ്രീഡിയ വിത്ത് ഫ്ലെയിം സെൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അടുത്തത് റിപ്രൊഡക്ഷൻ. ഇവിടെ റിപ്രൊഡക്ഷൻ, അതായത് ട്രമറ്റോഡയിൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ മാത്രമാണ് നടക്കുന്നത്. ഓക്കെ, ഇനി മെമ്പേഴ്സ് ആർ ഹെർമാഫ്രോഡൈറ്റ്. ഇവരുടെ മെമ്പേഴ്സ് എന്താണ്? ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഈച്ച് വിത്ത് എ സിംഗിൾ ഓവറി ആൻഡ് 2 or more ടെസ്റ്റിസ്. അപ്പം ഈ ഹെർമാഫ്രോഡൈറ്റ് ആണെന്ന് പറഞ്ഞു, അതിൽ ഓവറി ഒരൊറ്റ ഓവറി കാണുള്ളൂ ആൻഡ് ടെസ്റ്റസ് 2 അതിൽ കൂടുതലോ കാണും. അടുത്തത് ലൈഫ് സൈക്കിൾ ആണ്. ലൈഫ് സൈക്കിൾ ഇസ് സിമ്പിൾ ഓർ കോംപ്ലെക്സ്. സിമ്പിൾ ആയിരിക്കാം അല്ലെങ്കിൽ കോംപ്ലെക്സ് ആയിരിക്കാം. കോംപ്ലെക്സ് ലൈഫ് സൈക്കിൾ ഇൻവോൾവ് സെവറൽ ലാർവൽ സ്റ്റേജസ് ആൻഡ് 1 or more ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഇപ്പം ലൈഫ് സൈക്കിൾ കോംപ്ലെക്സ് ആണെങ്കിൽ അതിൽ ഒരുപാട് ലാർവൽ സ്റ്റേജസ് കാണാൻ പറ്റും, അതുപോലെ തന്നെ 1 or അതിൽ കൂടുതലോ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റുകളും കാണാൻ പറ്റും. ആൻഡ് ഇതിൽ ഈ ഒരു ട്രമറ്റോഡ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഫാഷിയോല, ഷിസ്റ്റോസോമ, പാരംഫിസ്റ്റോമം. ഓക്കെ, ഇതിൽ നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ളത് ഫാഷിയോലനെയാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. അടുത്തതാണ് ക്ലാസ് സെസ്റ്റോഡ. ക്ലാസ് സെസ്റ്റോഡനെ നമ്മൾ കോമൺ ആയിട്ട് ടാപ്പ് വേം എന്നാണ് പറയുന്നത്. ഓക്കെ, ടാപ്പ് വേം. എൻഡോ പാരാസൈറ്റ് ഇൻ ദി ഇൻറ്റസ്റ്റൈൻ ഓഫ് വെർട്ടിബ്രേറ്റ്സിൻ്റെ ഇൻറ്റസ്റ്റൈനിൽ എന്താ പറയുന്നത്, ഒരു എൻഡോ പാരസൈറ്റ് ആയിട്ടാണ് അവർ ലീവ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം അവരുടെ ബാക്കി ഫീച്ചേഴ്സ്. സോ ക്ലാസ് സെസ്റ്റോഡ ഫ്ലാറ്റ് സെഗ്മെൻറ്റഡ് ആൻഡ് റിബൺ ലൈക്ക് ബോഡി ഇൻ മോസ്റ്റ് കേസസ്. മിക്കവാറും എല്ലാ കേസിലും അവർ ഒരു ഫ്ലാറ്റ് സെഗ്മെൻറ്റഡ് ആൻഡ് റിബൺ ലൈക്ക് ആയിട്ടുള്ള ബോഡി ആയിരിക്കും. അവരുടെ ബോഡി സെഗ്മെൻറ്റിനെ നമ്മൾ പ്രോഗ്ലോട്ടിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഗ്ലോട്ടിഡ്സ് എന്ന് പറയുന്നത് അവരുടെ ബോഡി സെഗ്മെൻറ്റ്സിനെയാണ്. സോ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ടീനിയ സോളിയത്തിനെയാണ്. ടീനിയനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബോഡി ഫ്ലാറ്റ് ആണ്, അതുപോലെ തന്നെ എങ്ങനെയാണ്, സെഗ്മെൻറ്റഡ് ആണ്, റിബൺ ലൈക്ക് ആണ് അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ സെഗ്മെൻറ്റിനെയും നമ്മൾ എന്ത് പറയുന്നുണ്ട്? പ്രോഗ്ലോട്ടിഡ്സ്. ഓക്കെ, പ്രോഗ്ലോട്ടിഡ്സ് എന്ന് പറയുന്നുണ്ട്. ഇനി ദർ ബോഡി ഈസ് ഡിവിസിബിൾ ഇൻ ടു 3 regions. അവരുടെ ശരീരം 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. ഒന്ന് സ്കോലെക്സ്, നെക്ക്, സ്ട്രൊബൈല. ഓക്കെ, സ്കോലെക്സ്, നെക്ക്, സ്ട്രൊബൈല. സ്കോലെക്സ് ഈസ് പ്രൊവൈഡഡ് വിത്ത് അഥസീവ് ഓർഗൻസ്. സ്കോലെക്സിലാണ് എന്തുള്ളത്? അഥസീവ് ഓർഗൻസ് ഉള്ളത്. ഏതൊക്കെയാണ് അഥസീവ് ഓർഗൻസ്? ഹുക്സ്, സക്കേഴ്സ്, ബോത്രിയ ആൻഡ് ബോത്രിഡിയ. ഓക്കെ, സോ അവരുടെ ബോഡി നമുക്ക് 3 regions ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സ്കോലെക്സ്, നെക്ക്, സ്ട്രൊബൈല. ഇതിൽ സ്കോലെക്സിലാണ് സക്കേഴ്സ് ഉള്ളത്. ഇനി അവരിൽ കാണപ്പെടുന്ന സ്കോലെക്സിലാണ് അഥസീവ് ഓർഗൻസ് കാണുന്നത്. ആൻഡ് അവരിൽ കാണപ്പെടുന്ന അഥസീവ് ഓർഗൻസ് ആണ് ഹുക്സ്, സക്കേഴ്സ്, ബോത്രിയ ആൻഡ് ബോത്രിഡിയ. And their body is covered by tegument or cuticle. A definite epidermal layer is absent in adult. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള എപ്പിഡാമൽ ലെയർ ഇവർക്ക് ആബ്സെൻ്റ് ആണ്. ആബ്സെൻസ് ഓഫ് ലോക്കോമോട്ടർ, ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി, റെസ്പിറേറ്ററി ആൻഡ് സെൻസറി ഓർഗൻസ്. ഇവർക്ക് ലോക്കോമോട്ടർ, ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി, റെസ്പിറേറ്ററി, സെൻസറി ഓർഗൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആർ പ്രോട്ടോനെഫ്രീഡിയ വിത്ത് ഫ്ലെയിം സെൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ. ഇനി റിപ്രൊഡക്ഷൻ ഇവിടെയും സെക്ഷൽ മാത്രമാണ് കാണുന്നത്. മെമ്പേഴ്സ് ആർ ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഇൻ സെഗ്മെൻറ്റഡ് ഫോംസ് ഈച്ച് സെഗ്മെൻറ്റ് വിൽ കണ്ടെയ്ൻ എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ്. ഓക്കെ, അപ്പം സെഗ്മെൻറ്റഡ് ഫോംസിൽ ഓരോ സെഗ്മെൻറ്റും ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് ക്യാരി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അടുത്തത് ദ ലൈഫ് സൈക്കിൾ ഈസ് കോംപ്ലെക്സ് വിത്ത് 1 or more ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഓക്കെ, സോ ഇവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് കോംപ്ലെക്സ് ആണ്. 1 or അതിൽ കൂടുതലോ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റുകൾ ഇവരിൽ കാണുന്നുണ്ട്. ദ ഹുക്ഡ് എംബ്രിയോ ഈസ് ക്യാരക്ടറിസ്റ്റിക്. സോ ഈ ഒരു ക്ലാസ്സിൻ്റെ, അതായത് ക്ലാസ് സെസ്റ്റോഡേൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് എന്ത്? ഹുക്ഡ് ആയിട്ടുള്ള എംബ്രിയോ എന്നുള്ളത്. അത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് ടീനിയ, ഇക്കിനോകോക്കസ്, ഇക്കിനോബോത്രിയം, ബോത്രിയോസെഫാലസ്.
ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് ടീനിയനെയാണ് എന്നുകൂടി ആലോചിക്കുക. അപ്പോൾ ഇത്രയാണ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ക്ലാസ്സസിനെ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ്, അവരുടെ ഫീച്ചേഴ്സും എക്സാമ്പിൾസും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻസ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.